ഹലോ, എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ്. അതും കസ്റ്റാർഡ് പൗഡറോ കോൺഫ്ലോറോ ഒന്നും തന്നെ ചേർക്കാതെ നമ്മൾ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, എങ്കിൽ കസ്റ്റാർഡ് പൗഡറിനെക്കാളും ടേസ്റ്റുള്ള ഒരു അടിപൊളി ഫ്രൂട്ട് സലാഡാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 2 കപ്പ് പാലാണ്, നല്ല കട്ടിയുള്ള 2 കപ്പ് പാലാണ് നമ്മൾ ഈ ഒരു ഫ്രൂട്ട് സലാഡ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ പുട്ടിൻ്റെയോ ഇടിയപ്പത്തിൻ്റെ നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന ഏതെങ്കിലും അരിപ്പൊടി, വറുത്തതും ആവാം വറുക്കാത്തതും, അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ അരിപ്പൊടി എടുക്കാം. ഇനി നന്നായിട്ട് പാലുമായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്യരുത്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി പഞ്ചസാരയായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ ഈ ഒരു പാല് കുറുക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടിയുടെ മണമായിരിക്കും എടുത്ത് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലേവറിൽ തന്നെ ഈ ഒരു നല്ല ക്രീമായിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇനി നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് സലാഡിന് ഒരു കസ്റ്റർഡിൻ്റെ കളർ കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ കളറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. കളർ ഇല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ ഒരു 3 ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈ എടുക്കാതെ കുറുക്കിയെടുക്കണം, കൈ എടുക്കാതെ തന്നെ കുറുക്കിയെടുക്കുക. അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള കസ്റ്റർഡിൻ്റെ ക്രീം പോലത്തെ തന്നെ നമുക്ക് അരിപ്പൊടി വെച്ച് ക്രീം ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം അല്പം കൂടെ തിക്കാവും. അപ്പോൾ ഇനി അത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന 1 കപ്പ് ആപ്പിൾ, പിന്നെ 1 കപ്പ് നല്ല പഴുത്ത പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പോമോഗ്രാനൈറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാതളങ്ങ ചേർക്കുമ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, ഒരല്പം മാത്രം. ഫ്രൂട്ട് സലാഡിൽ ഒരുപാട് മാതളങ്ങ ചേർക്കുന്നതിനേക്കാളും ഒരല്പം മാതളങ്ങ ചേർക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഫ്രൂട്ട്സിനൊക്കെ ഒരു നല്ലൊരു മധുരം കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചെയ്ത് വെച്ച ഒരു ക്രീം, നമ്മുടെ അരിപ്പൊടി വെച്ച് ചെയ്ത് വെച്ച ക്രീം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി. ഇനി ഇതൊരു 2 മിനിറ്റ് മീഡിയം സ്പീഡിലിട്ട് നല്ലതുപോലെ നല്ല ക്രീമായിട്ട് തന്നെ അടിച്ചെടുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നല്ല ക്രീമായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അടിക്കുന്നതിന് മുന്നേ തന്നെ ഇത് നല്ല തിക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് സ്പീഡിൽ അടിച്ചെടുത്തതിന് ശേഷം ഇത്ര അല്പം നല്ല ക്രീം കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രൂട്ട് സലാഡ് ചെയ്തതെന്ന് ഇത് കഴിക്കുന്നവർക്ക് ആർക്കും തന്നെ മനസ്സിലാവില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും കഴിക്കാം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറും കൂടെ റെഫ്രിജറേറ്റ് ചെയ്ത് ഒരല്പം കൂടെ തണുപ്പിച്ചിട്ടും കഴിക്കാം. എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു നമ്മളിതിൽ ചേർത്ത എല്ലാ റെസിപ്പീസും എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കാണുന്ന ഐറ്റമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.